നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലം, കുംഭക്കൂറിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. ഈ 2026 വിഷുഫലം അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം ഞാൻ ഓരോരോ വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. ഇപ്പോൾ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള ഓരോ കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെയും വിഷുഫലവും ഞാൻ വീഡിയോയിൽ പറയുകയാണ്. അതിൽ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളുടെ വിഷുഫലമാണ്, കുംഭക്കൂറുകാരുടെ വിഷുഫലമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയ നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. അഥവാ അത് കടന്നു വരുന്നു. സൂര്യൻ തന്റെ മേടൻ രാശിയിലേക്ക് കടക്കുന്നു. സാധാരണ അന്നാണ് നാം വിഷു ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 ഏപ്രിൽ 15 വിഷു വരുന്നത്. കാരണം അന്ന് സൂര്യോദയത്തിന് ശേഷം 9:34 രാവിലെ 9:34 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയത്തെ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് 2026 പഞ്ചാംഗ വിധിപ്രകാരം ഓരോ നക്ഷത്രങ്ങൾക്കും വിഷുഫലം എങ്ങനെയാണെന്ന് അവർ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ 9 നക്ഷത്രങ്ങൾ ശൂലത്തിൽ വരുന്നതും 18 നക്ഷത്രങ്ങൾ ഷഡ്ഗത്തിലാണ് വരുന്നത്. ഈ ശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് വിഷുഫലം വളരെ ഗുണം ചെയ്യും. ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും. എല്ലാ നക്ഷത്രക്കാർക്കും ഗുണമുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ദോഷമുള്ള നക്ഷത്രക്കാർക്ക് അതിന് പരിഹാരമായിട്ട് ചെയ്യാവുന്ന വഴിപാടുകളും പറയുന്നുണ്ട്. അപ്പൊ ഗുണമുള്ള നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് വഴിപാടുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അവർ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാൻ അവർക്ക് പരിഹാരമായിട്ട് ഈ വീഡിയോയിൽ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോ ഈ ശൂലത്തിൽ 9 നക്ഷത്രങ്ങളും ഷഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങളും, അതിൽ തന്നെ ഇവരെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും, അതുകൂടാതെ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങളെ ആദിഷഡ്ഗമെന്നും മധ്യഷഡ്ഗമെന്നും അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അത് അവിട്ടത്തിന്റെ പകുതിയും ചതയം പൂരുരുട്ടാതി 1/4 ഭാഗവും ഈ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. അപ്പൊ 2026 സൂര്യന്റെ മേടൻ രാശി സംക്രമണം അനുസരിച്ച് 2026 പഞ്ചാംഗ വിധിപ്രകാരം സംക്രമപുരുഷന്റെ ലക്ഷണം അനുസരിച്ചുള്ള ഈ നക്ഷത്രങ്ങളുടെ ഫലം നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ ആദിശൂലത്തിലാണ് വരുന്നത്. ഏത്? ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ, അതായത് അവിട്ടത്തിന്റെ പകുതിയും ചതയം പൂരുരുട്ടാതി 1/4 ഭാഗവും 2026 പഞ്ചാംഗ വിധിപ്രകാരം ഈ നക്ഷത്രങ്ങൾ വിഷുഫലമായി ആദിശൂലത്തിലാണ് വരുന്നത്.
ഇവരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. അത് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തില് ഗുണമുണ്ടാവും, ദോഷമുണ്ടാവും, ഇല്ലേ? അപ്പൊ ഗുണമുള്ളത് ഗുണം തന്നെ പറയണം, ദോഷത്തിന് ദോഷം എന്ന് പറയണം. അപ്പൊ ദോഷത്തിലുള്ള ആൾക്കാർക്ക് തന്നെ പരിഹാരങ്ങൾ പറയുന്നുണ്ട്. എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് വിഷുഫലം ഉദ്ദേശിച്ച പല കാര്യങ്ങൾക്കും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും. നാൽക്കാലികളിൽ നിന്നും ഇവർക്ക് ഉപദ്രവം ഉണ്ടാകും. പക്ഷികളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങളും വന്നു ചേരും. പക്ഷികളിൽ നിന്ന് ബന്ധുക്കൾ വഴി ഇവർ കലഹത്തിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളായിട്ട് കലഹിക്കാൻ സന്ദർഭങ്ങൾ വന്നു ചേരാം. മംഗളകർമ്മങ്ങൾക്ക് തടസ്സങ്ങൾ വരും. ഏതെങ്കിലും വിധത്തിൽ മംഗളകർമ്മങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ചില സമയങ്ങളിൽ അതിന് തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കുടുംബപരമായി കുറെ ക്ലേശങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ ക്ലേശങ്ങൾ വരും. ശത്രുഭയം ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് ശത്രുക്കളെ കൊണ്ട് ഭയമുണ്ടാകും. ആയുധം കൊണ്ട് ശരീരത്തിൽ മുറിവേക്കാൻ അവസരം വരുന്നതാണ്. ആയുധം കൊണ്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് യാത്രാ തടസ്സങ്ങളും ഉണ്ടാകാം. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച ജനസ്വാധീനം ഇവർക്ക് കിട്ടാതെയും വരും. പൊതുപ്രവർത്തകർക്കും അത്ര നല്ല ഫലമല്ല കിട്ടുന്നത്. ഇവർക്ക് ഈ വിഷുഫലത്തിന്റെ ദോഷം കുറക്കാൻ വേണ്ടി ഇവർ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ജാതകത്തിലെ നല്ല ദശാകാലവും നല്ല അപകാരകാലവും ആണെങ്കിൽ ഇതിന്റെ ദോഷാനുഭവങ്ങൾ ഇവർക്ക് കുറഞ്ഞു കിട്ടുന്നതാണ്. എന്നാൽ ജാതകത്തിന് നല്ല സമയമല്ലെങ്കിൽ ഇവർക്ക് ഞാൻ പറയുന്ന ഈ വഴിപാടുകൾ നടത്തിയാൽ ആ ദോഷാനുഭവത്തിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. അപ്പോൾ ദോഷമുള്ള ഇവർ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുകൂടാതെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യുന്നത് നല്ലതാണ്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോരോ സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഈ നക്ഷത്രക്കാരെ ഏതെങ്കിലും വിധത്തിൽ ചില ഗ്രഹങ്ങൾ വീക്ഷിക്കുമ്പോൾ അവരുടെ ആ ഗ്രഹങ്ങളുടെ വീക്ഷണത്തിൽ അവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഫലങ്ങൾ വിഷുഫലമായി കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ദോഷവും കൂടി തീരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഗ്രഹം ഇവർക്ക് ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹങ്ങളെയും കൂടി ഇവർക്ക് സ്വാധീനത്തിൽ വരുത്തുന്നതിന് വേണ്ടിയാണ് നവഗ്രഹ ദോഷശാന്തി പൂജ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഗ്രഹം ഇവർക്ക് ദോഷസ്ഥാനത്താണെങ്കിൽ അതിന്റെയും കൂടി സംപ്രീതി ഇവർക്ക് കിട്ടും. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ വിഷുഫലത്തിന്റെ ദോഷാനുഭവങ്ങളിൽ നിന്നും ഇവർക്ക് മുക്തി നേടാനും സാധിക്കും. ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.